കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ പോയാണ്. കുറച്ച് ഡിപ്രഷനൊക്കെ അടിച്ച് വീട്ടിൽ കുത്തിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണത്. എന്താണോ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തോന്നും, അപ്പോൾ അതിനൊരു പേര് വിടും ഡിപ്രഷൻ. അതൊക്കെ പോട്ടെ. അങ്ങനെ നമുക്ക് ദാണ്ട ചക്ക കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചക്ക അമ്മ കറി വെക്കാനായിട്ട് അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ ആൻറ്റിയും കൂടെ ഒരു പകുതി ചക്ക കൊണ്ടുവന്ന് ഫുൾ ചക്ക മയമായിരുന്നു ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദാണ്ട മക്കൾക്ക് മാങ്ങ വേണ്ടത് നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അതെല്ലാം ഞാൻ ഇങ്ങനെ പുളി ഇട്ട് കൊടുത്തു. അതിനകത്ത് നിന്ന് 2-3 കഷ്ണം എടുത്ത് ഞാൻ വായിലേക്ക് അടിച്ച് കുത്തി കയറ്റി. എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് കിട്ടത്തില്ലെന്ന് ഓർത്തപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്നു ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം എന്തൊരു പുളിയുള്ള മാങ്ങയായിരുന്നു അറിയാമോ. അങ്ങനെയാണ് ചക്കയിലേക്കുള്ള അരപ്പിനായിട്ട് ഞാൻ തേങ്ങ അങ്ങോട്ട് തിരുവാൻ നേരം വല്യമ്മ പാരിപ്പള്ളിയിൽ നിന്ന് ചക്ക കൊണ്ടുവന്നതും നമ്മൾ ആ മുള്ളെല്ലാം ചെത്തി നല്ല നീറ്റാക്കിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അതിന് നല്ല പഴുത്ത ചക്കയായിരുന്നു ഗൈസ്. എനിക്ക് പഴുത്ത ചക്ക ഭയങ്കര ഇഷ്ടമാണ്. കറി വെക്കുന്നതിനെക്കാട്ടി പഴുത്ത ചക്കയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അരിഞ്ഞ് വെട്ടിയെടുക്കാൻ വേഗം എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾക്ക് ചക്ക കിട്ടിയപ്പോഴത്തേക്കും പിന്നെ മാങ്ങ വേണ്ട, അതിനെ നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാങ്ങയെല്ലാം കൂടെ വയറ് നിറഞ്ഞിട്ടും കുത്തി കയറ്റി കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചക്കയും കഴിക്കുന്നുണ്ട്. വയറാണെങ്കിൽ പമ്പരമല്ലോ എന്തുവാ ഭരണി പോലെ നിറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്കയിലേക്കുള്ള അരപ്പിനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും തേങ്ങയും കുരുമുളകും എല്ലാം ഇട്ട് അടിച്ചു. പിന്നെ ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് രസം വേണമല്ലോ. അങ്ങനെ രസം വെക്കാനായിട്ട് കടുകും നമ്മൾ വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് സെറ്റാക്കി അതിനകത്തോട്ട് വറുക്കാൻ വെച്ച് പിന്നെ ചക്കയ്ക്കകത്തുള്ള അരപ്പെല്ലാം കൂടെ മേളിൽ പൊത്തി വാരി വെക്കണം. മേളിൽ പൊത്തി വെച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മേളിൽ പൊത്തി വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പിന്നെ നമ്മളിത് ഈ കടുക് വറുത്ത സാധനങ്ങളെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിക്കണം. അതിന് പുറമേ നമുക്ക് ഈ ആ ഒരു എണ്ണയ്ക്കകത്ത് നമുക്ക് ഈ തക്കാളിയും കൂടെ വയറ്റി എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചൊന്ന് വെച്ച് കഴിഞ്ഞ് എൻ്റെ പൊന്ന് സാറേ ആ രസം ഒന്ന് നോക്കണം. എന്താ ടേസ്റ്റാണെന്നറിയോ. പിന്നെ പുളിവെള്ളം അങ്ങോട്ട് പിഴിഞ്ഞു കൊടുത്ത് പിന്നെ കുറച്ച് നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ കുറച്ച് നമ്മൾ മുളകും മല്ലിപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. കായമാണ് മെയിൻ സാധനം കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയാണ്, പുക വരും, തീ വരും, അതൊക്കെ അതിനകത്ത് ഉള്ളതാണ് ഗൈസ്. അങ്ങനെ ചക്ക വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലപോലെ ഉടച്ചങ്ങോട്ട് എടുക്കണം. അപ്പം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിനകത്ത് എൻ്റെ പിന്നെ ഇതെല്ലാം തെറ്റിപ്പോകുന്നു ഗൈസ്. താളിക്കണം. കടുവും കൂടെ താളിച്ച് കഴിഞ്ഞാൽ എൻ്റെ സാറേ പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ അടുക്കളയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. പിന്നെ തൂത്ത് തുടച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നീറ്റായി. ഇനി എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം